ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംസ്ഥാന അധ്യാപക സംഗമത്തിന്റെ പ്രചരണാർത്ഥം വിസ്ഡം ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ പെരുകുന്ന ആത്മഹത്യയിൽ സർക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ടേബിൾ ടോക്ക് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നന്മയ്ക്കും ശിക്ഷണത്തിനും അധ്യാപകർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ വിദ്യാർത്ഥിക്ക് മാനസികമായി പ്രയാസം സൃഷ്ടിക്കുകയും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരികയും ചെയ്യുന്ന അതിഭയാനകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന അധ്യാപകർ പ്രതിക്കൂട്ടിലാകുന്നു എന്നതും ഇതിന്റെ മറ്റൊരു വശമാണ്. ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ആത്മീയ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൂടി പാഠ്യപദ്ധതിയിൽ സർക്കാർ ഉൾപ്പെടുത്തണമെന്ന് വിസ്ഡം ടേബിൾ ടോക്ക് ആവശ്യപ്പെട്ടു. നവംബർ 16 തീയതി ആമിയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംസ്ഥാന അധ്യാപക സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. നാസർ തേളത്ത്, അസീസ് മാസ്റ്റർ, റസാഖ് മാസ്റ്റർ, ഇസ്മയിൽ വിളയൂർ, ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങി അധ്യാപന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. വിസ്ഡം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK നിഷാദ് സലഫി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ആരോഗ്യത്തിന്റെയും സാമൂഹിക ബന്ധങ്ങളുടെയും നേർക്കാഴ്ചയായി ഇതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഇതുമൂലം ഉടലെടുക്കുന്ന മാനസിക സാമൂഹിക അസ്വാരസ്യങ്ങളെയും അനുബന്ധ വിഷയങ്ങളെയും സാമൂഹിക ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞന്മാരും ഇനിയെങ്കിലും മുഖവിലക്കെടുക്കേണ്ടിയിരിക്കുന്നുവെന്നും ടേബിൾ ടോക്ക് വിലയിരുത്തി. പ്രായത്തിനനുസരിച്ച് വൈകാരിക പക്വതയില്ലാത്തവരും മാനസികാരോഗ്യം കുറഞ്ഞവരുമായി നമ്മുടെ യുവത്വം വഴിമാറുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ സമഗ്രമായി വിലയിരുത്തി പരിഹാര മാർഗങ്ങൾ പാഠ്യപദ്ധതിയിൽ സർക്കാർ ഉൾപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. വിസ്ഡം പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി KM അബ്ദുൽ ഗഫാർ, വിസ്ഡം യൂത്ത് ജില്ലാ ട്രഷറർ KK മുസ്തഫ മാസ്റ്റർ, മുഹമ്മദ് കുട്ടി, ഫുആദ് മാസ്റ്റർ, P യൂനിസ് തുടങ്ങിയവർ പങ്കെടുത്തു.